വളരെ ഗൗരവതരമായ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. CPM കീഴടങ്ങുന്നു. CPI വരച്ച വരയിൽ CPM വരുന്നു. CPM പഞ്ചപുച്ഛമടക്കി കീഴടക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. ടാഗ് ലൈനുകൾ വളരെ വളരെ വലുതാണ് ഓരോ ചാനലുകളിലും ഓൺലൈൻ പത്രങ്ങളിലുമൊക്കെ. അങ്ങനെ മടങ്ങിയപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കും. CPI ആവശ്യപ്പെടുന്നത് ധാരണാപത്രത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും കണ്ടീഷനുകൾ ഉണ്ടെന്നും പറഞ്ഞ് കണ്ടീഷനുകൾ ഒന്നും പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കണം. അപ്പോൾ എന്നിട്ട് 2-ാം തീയതി 4-ാം തീയതി ആണല്ലോ CPIയുടെ എക്സിക്യൂട്ടീവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാം? 2-ാം തീയതി തന്നെ LDF യോഗം ചേർന്ന് ഇതിലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം 4-ാം തീയതി CPIയുടെ എക്സിക്യൂട്ടീവിൽ ഇത് വച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ നീക്കാം. അതുവരെ ഇത് മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിന് കൊടുക്കാം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ എല്ലാ ആദരവ് നിലനിർത്തി മുഖ്യമന്ത്രിയോട് പറയട്ടെ, അങ്ങ് തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ശിവൻകുട്ടി സാറിനോട് പറയട്ടെ, നിങ്ങൾ ഒപ്പ് വയ്ക്കുന്ന മുമ്പേ കാര്യങ്ങൾ ചിന്തിക്കണമായിരുന്നു. ഒപ്പ് വയ്ക്കുന്ന മുമ്പേ പല ബാർഗൈനിങ് നടത്താം. ഒപ്പ് വച്ചതിന് ശേഷം നിങ്ങൾ ഇനി ബാർഗൈനിങ് നടത്താൻ പോകുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ ഫെഡറൽ സിസ്റ്റത്തിൽ. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്, നിങ്ങൾ ആലോചിക്കണം. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണഘടനാപരമായ പ്രശ്നങ്ങളാണ്. അല്ലാതെ LDFോ CPMോ CPIയോ AK സെന്ററിലോ MN സ്മാരകത്തിലോ അല്ലെങ്കിൽ എവിടെയോ ഇരുന്ന് പറയുന്ന വിഷയമല്ലത്. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. ഈ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു MOU നമ്മൾ ഒപ്പിടുന്നു. MOU ഒപ്പിട്ടതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു കത്ത് കൊടുക്കുന്നു. MOU ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ NEP നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് NEP അല്ല, നിങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെക്കണമെങ്കിൽ, നിങ്ങൾക്ക് SSA ഫണ്ട് തരണമെങ്കിൽ PM ശ്രീ തടഞ്ഞു വെക്കും. അല്ലെങ്കിൽ ഫണ്ട് തരണമെങ്കിൽ നിങ്ങൾ PM ശ്രീ ഒപ്പിടണം. PM ശ്രീയിൽ ഒപ്പിടുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ PM ശ്രീ ഒപ്പിടുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് SSAയുടെ പൈസയും കിട്ടും, PM ഉഷയുടെ പൈസയും കിട്ടും. ഇനി വേറെ തമാശയുണ്ട്. കേന്ദ്ര സർക്കാർ പറയാണ്, PM ഉഷയുടെ പൈസ തടഞ്ഞു വെച്ചാലോ? NEP നടപ്പിലാക്കാതെ മൊത്തത്തിൽ NEP നടപ്പിലാക്കുന്ന ഒരു ഇത് കൊണ്ടുപോവാ, എന്നിട്ട് നിങ്ങൾക്ക് പൈസ തരുവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. NEPയിൽ ഉഷയിൽ വാങ്ങുന്ന പൈസ തടഞ്ഞു വെച്ചാൽ കോളേജുകൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തിന്റെ അടുത്ത ഗഡു കിട്ടുമോ? വളരെ വലിയ ചോദ്യമാണ്. ഒരുപാട് കോളേജുകളിൽ PM ഉഷ എന്ന് പറഞ്ഞ് PM ഉഷയുടെ പരിപാടികൾ തുടങ്ങി, കെട്ടിടങ്ങൾ തുടങ്ങി, ലാബുകൾ തുടങ്ങി, മ്യൂസിയങ്ങൾ തുടങ്ങി, പല കാര്യങ്ങളും തുടങ്ങി. അതെല്ലാം മുടങ്ങും. അപ്പൊ PM ഉഷ തടഞ്ഞു വെച്ചാൽ, PM ഉഷയിൽ കയറി അവർ പിടിച്ചാൽ അറിയില്ല അവർ എങ്ങനെയാണ്. ഇവിടെ പിടിക്കുമ്പോൾ അവിടെ പിടിക്കുമല്ലോ. പഴയ BJP അല്ലല്ലോ, ആദ്യകാലത്തെ BJP അല്ല. ഇന്നത്തെ BJP കുറെ കൂടി പ്രൊഫഷണലാണ്. ഇവിടെ പിടിക്കുമ്പോൾ അവിടെയും പിടിക്കും. നിങ്ങൾ ഇവിടെ കീഴടങ്ങിയാൽ അവിടെ നിങ്ങൾക്ക് കീഴടങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ PM ഉഷയിൽ അവർ കയറി പിടിച്ചാൽ എല്ലാം കൊഴിഞ്ഞു പോകും. P പ്രസാദിന്റെ പിന്നെ കാർഷിക സർവകലാശാലയും കുഴയും, ഇന്ന് നടന്നു കൊടുക്കുന്ന പ്രോജക്റ്റുകളും കുഴയും. പിന്നെ മാത്രമല്ല, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞ് സഹാക്കളടക്കം, ഞാൻ ഈ പറയുന്ന വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്, സഹാക്കളടക്കം ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ നിന്ന് പൈസ വാങ്ങി പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് NGOs പൈസ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. NGOസും ഇൻഡിവിജ്വൽസും ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും ഇടതുപക്ഷ സഹാക്കൾ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കിനി പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. PM ഉഷയിലെ പൈസ പിൻവലിച്ചാൽ, PM ഉഷയിലും കണ്ടീഷൻ വെച്ചാൽ PM ശ്രീക്ക് പൈസ കിട്ടുമോ? PM ശ്രീക്ക് പൈസ കിട്ടാതെ SSAക്ക് പൈസ കിട്ടുമോ? അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ മാനത്തിലേക്ക് പോകുമ്പോൾ വലിയൊരു പ്രതിസന്ധി കിടപ്പുണ്ട്. രാജ്യത്തെ NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാതെ, അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് നടപ്പിലാക്കാതെ, അത് മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുള്ളൂ. ബാക്കിയുള്ളതിൽ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കത്തെഴുതാൻ പോകുന്നത്, ഞങ്ങൾ കെട്ടിടം വയ്ക്കില്ല എന്ന് പറഞ്ഞ് കത്തെഴുതാൻ പറ്റും. ഇതിൽ 2 കാര്യങ്ങളേ ഉള്ളൂ PM ശ്രീയിൽ. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുക. അത് കൂട്ടണ്ട എന്ന് പറഞ്ഞ് ഒത്തീർപ്പ് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പൈസ കിട്ടിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടണ്ടേ. 2ാമത്തെ കാര്യമാണ് സിലബസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളൂ എന്ന് പറയുകയല്ലേ. അത് വേണമെങ്കിൽ ക്ലാരിറ്റിയിൽ എഴുതി വാങ്ങാം. ഞങ്ങളുടെ സിലബസെ ഞങ്ങൾ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ പറയും. കാരണം ഇപ്പോഴും അവർ ഓക്കെയാണ്. ഈ MOUയിൽ ഇപ്പോഴും അവർ ഓക്കെയാണ്. യഥാർത്ഥത്തിൽ പറ്റിപ്പോയത് ഇതൊരു ക്യാബിനറ്റിന്റെ പ്രൊസീജിയർ ലാപ്സിൽ പിടിച്ച്, ക്യാബിനറ്റിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധത്തിൽ പിടിച്ച് രതീഷ് കാളിയാടനും മുഖ്യമന്ത്രി ഓഫീസും ചെയ്ത ഭരണ പരിചയമില്ലായ്മയെക്കുറിച്ച്, യാതൊരു ഭരണ പരിചയമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച്, ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള ഭരണ പരിചയമില്ലായ്മയെക്കുറിച്ച്, മന്ത്രിമാരുടെ ഭരണ പരിചയമില്ലായ്മയെക്കുറിച്ച്, ഒരുപക്ഷെ ഒരു സുധാകരനോ ഒരു തോമസ് ഐസക്കോ ഒരു ശൈലജ ടീച്ചർ അകത്തുണ്ടായിരുന്നിട്ട് ഇങ്ങനെ വരില്ലായിരുന്നു ക്യാബിനറ്റിലേക്ക് വരുന്ന നോട്ടുകളും. അതുപോലെ ചീഫ് സെക്രട്ടറിയുടെ ഭരണപരിചയക്കുറവുണ്ട്. ഇതിനകത്ത് വളരെ കൃത്യമായ ഭരണപരിചയക്കുറവുണ്ട്, ഉപദേശക്കുറവുണ്ട്. ഇവരുടെ ഭരണപരിചയക്കുറവും
മുഖ്യമന്ത്രിയുടെ ഒരു അതിവേഗതയും ബഹുദൂരവും വികസനത്തോടുള്ള വല്ലാത്ത താല്പര്യവും താനാണെല്ലാം താൻ തീരുമാനിച്ചാൽ ബാക്കിയുള്ളവർ അംഗീകരിച്ചു കൊള്ളുമെന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസവും മുഖ്യമന്ത്രിക്ക് ഉണ്ടായി. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തവരുമുണ്ട് കൂടെയുള്ളവർ. ഈ മുഖ്യമന്ത്രി തീരുമാനിച്ചോളൂ, ബാക്കി നമുക്ക് റെഡിയാക്കാമെന്ന് വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി വന്ന് CPI വിളിച്ച് വാടേ CPI നമുക്ക് ശരിയാക്കാടേ എന്ന് പറയുമ്പോൾ അത് ശരിയായിക്കോളൂ എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അങ്ങനെ ശരിയാവൂ? ശരിയാകില്ല. CPI ഉയർത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഇവിടുത്തെ കേരളത്തിലെ സച്ചിദാനന്ദനും സാറാ ജോസഫും അടങ്ങുന്ന 85ഓളം വരുന്ന സാംസ്കാരിക നായകർ ഉയർത്തിയിരിക്കുന്നത് വലിയൊരു ചോദ്യമാണ്. ആ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ചോദ്യമാണ്. പക്ഷേ ആ രാഷ്ട്രീയ ചോദ്യവും ഭരണഘടനാപരമായിട്ടുള്ള ഫെഡറൽ സിസ്റ്റവും കൂടി ഒന്നിച്ചു പോകില്ല. ഇത് EMSന്റെ കാലം മുതൽ പറയുന്നതാണ്. എല്ലാ സഹാക്കളും ഇത് അറിഞ്ഞിരിക്കണം, സകല പാർട്ടിക്കാരും അറിഞ്ഞിരിക്കണം, എല്ലാ മുന്നണിക്കാരും അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും കൂടി ഒന്നിച്ചു പോകില്ല. പൊളിറ്റിക്കൽ അജണ്ടയും പിന്നെ ഭരണപരമായ ബ്യൂറോക്രാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് അജണ്ടയും ഒന്നിച്ച് പോകില്ല. ഇപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ കത്തെഴുതുന്നത്? ഞങ്ങൾ അതിനകത്ത് സിലബസ് നടപ്പിലാക്കൂല. ഞങ്ങളുടെ സിലബസ് ഇപ്പോഴും നമ്മുടെ സിലബസ് ആണല്ലോ, SCERTയുടെ സിലബസ് ആണല്ലോ. നേരത്തെ NCERTയുടെ സിലബസ് ഫോളോ ചെയ്യണമെന്ന് SSA പോലുള്ള കാര്യങ്ങളിലൊക്കെ വന്നിട്ടും പല കാര്യങ്ങളിലും ഇങ്ങനെ കേന്ദ്രത്തിൽ നിർദ്ദേശം വന്നിട്ടും അതൊന്നും മാറ്റിവെച്ച് ഇവിടുത്തെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ കേരളത്തിലെ കാര്യങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത്. ഗുരുദേവനെയും ചട്ടമ്പിസ്വാമികളെയും കേരളത്തിലുള്ള ആളുകളെ കുറിച്ചാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ പിന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെ പഠിക്കുക, അത് രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിൽ. അല്ലാതെ വേറൊന്നും പഠിക്കുന്നില്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നവോത്ഥാന നായകരെക്കുറിച്ചൊന്നും കുട്ടികൾ പഠിക്കുന്നില്ല. ഇവിടുത്തെ കാര്യം തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ വർഗീയത, കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് പൊതുവായി നിൽക്കുന്നൊരു കാര്യമാണ്. അത് NEPയുടെ വലിയ ക്യാൻവാസിൽ നിൽക്കുന്ന കാര്യമാണ്. ആ വലിയ ക്യാൻവാസിനെ എതിർക്കുവാനുള്ള ശക്തി കേരളത്തിനുണ്ടോ? വലിയ ചോദ്യമാണ്. അങ്ങനെ കേരളം ആ വലിയ ക്യാൻവാസിന് NEPയെ ഒന്നടങ്കം ഞങ്ങൾ തള്ളിക്കളയുന്നു, NEP പറ്റില്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ PM ഉഷ ഔട്ട്, PM ശ്രീ ഔട്ട്, SSA ഔട്ട്, RMCA ഇല്ല. അങ്ങനെ തുടങ്ങിയ വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ പണവും തടഞ്ഞു വെക്കും. ഇനി വേറൊരു തമാശയുണ്ട്. ഇത് ഒരു പിള്ളേരുകളിയായിപ്പോയി CPM-CPIയും കൂടെ ചെയ്ത് കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നത് പിള്ളേരുകളിയാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, UGC ഇല്ലാതാവാൻ പോവുകയാണ്. UGC ഇല്ല NEPയിൽ. UGCയെയും ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനും ഒക്കെ വെച്ചുകൊണ്ട് പുതിയൊരു സംവിധാനത്തിലേക്ക് പോവുകയാണ് NEP. ആ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കേരളത്തിന് കഴിയുമോ? കേരളം പിക്ചറിൽ നിന്ന് പോകും. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ പിക്ചറിൽ നിന്ന് കേരളം പോകും. ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. അത്ര വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തി ഇന്ത്യയിലെ NEPയെ തിരുത്തുവാനുള്ള ശക്തിയൊക്കെ കേരളത്തിൻ്റെ പാർട്ടികൾക്കുണ്ടോ? അവിടെ 5 വയസ്സും 6 വയസ്സിൻ്റെ വ്യത്യാസം കിടക്കുന്നു. നീറ്റ് ഏകീകരിക്കാൻ പോകുന്നു. ഒരുപാട് പരിഷ്കാരങ്ങളാണ് NEPയിൽ വരാനിരിക്കുന്നത്. വന്നത് വളരെ കുറച്ചാണ്, വരാനിരിക്കുന്നതാണ് കൂടുതൽ. ആ വരാനിരിക്കുന്നതിനെ പ്രതിരോധിക്കുവാൻ ഓരോ കാര്യവും വേണ്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോണ ഇത്രയേ ഉള്ളൂ. കേരളത്തിന് ആവശ്യമായ പണവും കിട്ടുകയില്ല, പദ്ധതികൾ മുടങ്ങും, കുട്ടികളുടെ ഭാവിയും ഇല്ലാതാകും. ഇന്ത്യയിലെ മറ്റ് വിദ്യാഭ്യാസ സമ്പ്രദായത്തോടൊപ്പം കേരളത്തിന് മുന്നേറാൻ കഴിയാതെ വലിയൊരു തലമുറയുടെ ഭാവി ഇല്ലാതാവും. അപ്പോഴൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിലും സൈനിക സ്കൂളിലും CBSE സ്കൂളുകളിലും പഠിക്കുന്ന ICSE സ്കൂളുകളിലും പഠിക്കുന്ന നമ്മുടെ മക്കളുടെയും നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കൾ നന്നായി NCERT സിലബസ് പഠിച്ചവർ കയറിപ്പോകും. കേരളത്തിലെ പാവപ്പെട്ട മക്കൾ ഇവിടെ കിടന്ന് തെരുവിൽ കിടന്ന് വീണ്ടും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ വളരെ കൃത്യമാണ്. ഇപ്പോൾ വഴങ്ങിയത് എന്ത് വഴങ്ങലാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കത്തയച്ചാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. കത്ത് അയച്ചാൽ അവർ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലുപരിയായി ക്യാബിനറ്റിൽ പറ്റിപ്പോയ പ്രൊസീജിയർ ലാബ്സിനെ തിരുത്തുവാനുള്ള നടപടികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. PM ശ്രീ എന്ന് പുറകോട്ട് പോയാൽ സ്വാഭാവികമായിട്ട് അത് വരുന്ന ഫണ്ടുകളെയൊക്കെ ബാധിക്കും. കേന്ദ്ര ഗവൺമെൻറ് വഴങ്ങിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് മുന്നിൽ കാത്തിരിക്കുന്നത്.